ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ബെക്സ് ട്രയാഡ് എന്താണെന്ന് നോക്കാം. അറിയാവോ ഇതൊരു ലൈഫ് ത്രെട്ടണിങ് എമർജൻസി കണ്ടീഷൻ്റെ ക്ലാസിക്കൽ സൈനാണ്. അപ്പോൾ അതേതാണ് ഈ ലൈഫ് ത്രെട്ടണിങ് കണ്ടീഷന്? അത് കാർഡിയാക് ടംപനേഡ്. എല്ലാവർക്കും അറിയത്തില്ല എന്താണെന്ന്. കാർഡിയക് ടംപനേഡ് എന്ന് പറയുമ്പം റാപ്പിഡ് ഫ്ലൂയിഡ് അക്കുമുലേഷൻ ഇൻ ദ പെരിക്കാർഡിയം ഹാർട്ടിൻ്റെ ഏത് ലെയറാണ്? അപ്പോൾ ഫ്ലൂയിഡ് അക്കുമുലേഷൻ ആകുമ്പോൾ അത് ഹാർട്ടിനെ കംപ്രസ് ചെയ്യുന്നു, അതുമൂലം കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർട്ടിൻ്റെ ലെയറൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് ഞാനത് പറയാനായിട്ട് പോകുന്നില്ല. ഹാർട്ടിൻ്റെ ലെയറൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്ലാസിക്കൽ സൈൻ എന്ന് പറയുന്നതാണ് ബെക്സ് ട്രയാഡ്. അതിലെന്തൊക്കെ വരും? ഹൈപ്പോടെൻഷന്, ജുഗുലാർ വെയിൻ ഡിസ്റ്റൻഷന്, മഫിൾഡ് ഹാർട്ട് സൗണ്ട്. പിന്നെ വേറെ ഉണ്ട് കേട്ടോ, അത് അതർ സൈന് ടക്കിക്കാർഡി ഉണ്ടാകും. പിന്നെ പൾസസ് പാരഡോക്സസ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞിട്ട് ഒരു അബ്നോർമൽ ഡ്രോപ്പ് ഓഫ് സിസ്റ്റോളിക് ബി പി ഒരു അബ്നോർമലായിട്ട് ഡ്രോപ്പ് ചെയ്യുന്നത് കാർഡിയാക് റെസ്പിറേറ്ററി കണ്ടീഷനിലൊക്കെയാണ് കാണുന്നത്. ഈ കാർഡിയാക് ടംപനേഡിൽ ഒരു ഗ്രേറ്റർ ദാൻ 10 mmHg ഒക്കെ ബി പി ഡ്രോപ്പ് ആകും ഡ്യൂറിങ് ഇൻസ്പിരേഷനിൽ. അപ്പോൾ അതിനാണ് പറയുന്നത് പൾസസ് പാരഡോക്സസ്. അപ്പോൾ ഇതിന് എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം? ഫ്ലൂയിഡ് ഫില്ലായിട്ടില്ലേ, അപ്പോൾ എത്രയും പെട്ടെന്ന് ഫ്ലൂയിഡ് അവിടുന്ന് റിലീസ് ചെയ്തിട്ട് പ്രഷർ കുറയ്ക്കണം. അതുകൊണ്ട് പെരികാർഡിയോസെൻറ്റസിസ് എമർജൻസി ചെയ്യണം. പിന്നെ ക്വിക്ക് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഹാർട്ടിനെ പറ്റി ചിന്തിക്കുക. തിങ്ക് ഓഫ് ദി ഹാർട്ട് ആസ് എ ബലൂൺ, ഒരു ടൈറ്റ് ബോക്സിൽ, ഇൻ എ ടൈറ്റ് ബോക്സ്. ഫ്ലൂയിഡ് ഫിൽസ് ഇൻ ദ ഫേസ്, ഹാർട്ട് കാൻറ്റ് പമ്പ് പ്രോപ്പർലി. അപ്പോൾ അങ്ങനെയാണ് കാർഡിയക് ടംപനേഡ് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടില്ലേ? ബെക്സ് ട്രയാഡ് എന്താണെന്ന് മനസ്സിലായിട്ടില്ലേ? അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു, ഇതാരും തെറ്റിക്കത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇനിയും എൻക്ലെക്സിൻ്റെ ടിപ്പുകളൊക്കെ വേണമെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്